സലാം സാഹിബ് ഇപ്പോൾ ഒരു മനോഹരമായ സ്വപ്ന പദ്ധതി ലീഗ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പറഞ്ഞ വാഗ്ദാനം ഇവിടെ നടപ്പാക്കുകയാണല്ലേ ലീഗ്? തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വ്യാജമായ അവകാശവാദങ്ങളൊന്നുമില്ല. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണ് എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. ഇവിടെയും വയനാട്ടിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടായതിൽ മനുഷ്യ സമൂഹം മുഴുവൻ വേദനിക്കുന്നുണ്ട്. ആ ദുരന്തത്തിലിരയായ ആളുകളെ സഹായിക്കുക, ആ ദുരന്തമുണ്ടായ നിമിഷം മുതൽ മുസ്ലിം ലീഗ് കർമ്മരംഗത്താണ്. അതിൻ്റെ വൈറ്റ് ഗാർഡ് ആയിരുന്നാലും, യൂത്ത് ലീഗ് ആയിരുന്നാലും, വനിതാ ലീഗ് ആയിരുന്നാലും, MSF ആയിരുന്നാലും, STU തൊഴിലാളികളായിരുന്നാലും, MSF മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഘടനകളും ഇവിടെ, അതിൻ്റെ PTH പാലിയേറ്റീവ് കെയർ പ്രവർത്തനമായാലും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരുപാട് സഹായങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ പാർട്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ പദ്ധതിയാണ് അവരുടെ പുനരധിവാസം സംബന്ധിച്ച് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ആ വീടുകളുടെ പണിയാണ് ദ്രുതഗതിയിൽ തുടങ്ങിയിട്ടുള്ളത്. ഇതിലും നേരത്തെ തീരേണ്ടതായിരുന്നു. പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ശക്തമായ എതിർപ്പുകൾ ഞങ്ങൾക്കുണ്ടാക്കിയ പ്രതിസന്ധി ചില്ലറയൊന്നുമല്ല. ഇതിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്ഥലം വാങ്ങിയ അന്നു മുതൽ ആരോപണങ്ങളായിട്ട് നടക്കുകയാണ്. ഒരുപാട് വ്യാജമായ ആരോപണങ്ങൾ. ഞങ്ങളുടെ മനസാന്നിധ്യം കുറയ്ക്കാൻ, ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകതകൾ വരുത്താനൊക്കെയുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഉണ്ടായത്. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി, പ്രത്യേകിച്ച് വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയൊക്കെ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് അനുഭവിച്ചുകൊണ്ട് എല്ലാ ആരോപണങ്ങളെയും തൃണവലികളിൽ ഞങ്ങൾ മറിച്ച് ഒരു ആരോപണം അങ്ങോട്ട് ഉന്നയിച്ചില്ല. ആരോപണം ഉന്നയിച്ച ആരെയും ഞങ്ങൾ തെറി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സത്യം മാത്രം പറഞ്ഞു. ഈ ആരോപണങ്ങളിൽ ഒന്നും കഴമ്പില്ല. ഈ പ്രവൃത്തി ഇല്ലാതാക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. പക്ഷേ ഇതിനെ പരമാവധി താമസിപ്പിക്കുക, അതിന് ചില ആളുകളുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് നടക്കരുത്. തങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താൻ കഴിയാത്തതുകൊണ്ട് മറ്റുള്ളവരുടെയും നടത്താൻ സമ്മതിക്കാതിരിക്കുക എന്ന നിഗൂഢമായ രാഷ്ട്രീയ ദുഷ്ടലാക്ക്, അതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അതൊക്കെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് നല്ല മനുഷ്യരുടെ മുഴുവൻ പിന്തുണയോടുകൂടി ഞങ്ങളിത് പൂർത്തിയാക്കുന്നു. ഇതിന് സഹായിച്ചവർ, ഇതിന് സാമ്പത്തിക സഹായം നൽകിയവർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ മുഴുവൻ ലീഗരല്ല. മനുഷ്യസ്നേഹികളായ ഒരുപാട് ആളുകൾ ഇതുമായി സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച ബജറ്റിൽ ഈ പരിപാടി നിൽക്കില്ല. ഇനിയും ഞങ്ങൾക്ക് ഇതിന് ഫണ്ട് വേണം. ആ പ്രവർത്തനം പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതൊരു സതുദ്ദേശത്തോടു കൂടി നടത്തുന്ന പുണ്യകർമ്മമാണ് എന്നുള്ള നിലക്കാണ് ഇത് വിജയിക്കുന്നത്, പടച്ച തമ്പുരാൻ വിജയിപ്പിക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിനനുസരിച്ച് തന്നെ പറഞ്ഞ തീയതിക്ക് ഇതിൻ്റെ പൂർത്തീകരണം സാക്ഷാത്കരിക്കും എന്ന ഉത്തമ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും പ്രചാരണവും വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.